ആകാശവാണി കോഴിക്കോട്. യുവവാണി. നമസ്കാരം. യുവവാണിയിലേക്ക് സ്വാഗതം. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിനു കീഴിലുള്ള ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രെയിനിങ്ങിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കോഴിക്കോട്ടെ നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് 10ാം ക്ലാസ് പൂർത്തിയാക്കിയവർക്കായി ഒരുക്കുന്ന ഡ്രോൺ ടെക്നീഷ്യൻ കോഴ്സിനെക്കുറിച്ച് ഇന്നത്തെ യുവവാണിയിൽ കൂടുതൽ അറിയാം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് NSTI കാലിക്കറ്റ് ജോയിന്റ് ഡയറക്ടർ ആൻഡ് പ്രിൻസിപ്പൽ ശുഭശ്രീ ഡി, NSTI കാലിക്കറ്റ് ട്രെയിനിംഗ് ഓഫീസർ ഷൗക്കത്ത് ഹുസൈൻ കെ. I am Subhashri, Joint Director, Principal of National Skill Training Institute, Calicut. National Skill Training Institute, Govindapuram, Kozhikode, is a central government institute coming under Ministry of Skill Development and Entrepreneurship. Importance is given by Honorable Prime Minister for skilling the youth and to make them more employable. Focus is given on hands-on training, partnership with industries so as to provide employment globally to meet the shortage of skilled manpower requirements. NSTI Calicut offers various range of courses designed to equip the students with industry-relevant skills and knowledge. We focus on holistic development of the students and assist the students with placement support. We have got experienced faculty with adequate technical knowledge to impart training and the state-of-art infrastructure and labs. We would request the youth to utilize this opportunity, join at NSTI Kozhikode for shaping their future. Now our expert faculty Shri Shaukat Hussain, Training Officer Electronics, will be addressing in Malayalam please. നമസ്കാരം. സാങ്കേതിക വിദ്യയുടെ ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മൾ അത്ഭുതത്തോടെ നോക്കി നിന്ന പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. അത്തരത്തിൽ വിപ്ലവകരമായ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഡ്രോൺ സാങ്കേതിക വിദ്യ. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രെയിനിംഗ് നേരിട്ട് നിയന്ത്രിക്കുന്ന കോഴിക്കോട്ടെ നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് 10ാം ക്ലാസ് പൂർത്തിയാക്കിയ യുവതീ യുവാക്കൾക്കായി ഒരുക്കുന്ന സുവർണ അവസരത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത്. ഡ്രോണുകളുടെ അനന്തമായ സാധ്യതകൾ. ഡ്രോണുകൾ ഇന്ന് വെറുമൊരു കളിപ്പാട്ടമല്ല, മറിച്ച് വ്യവസായ ലോകത്തെ മാറ്റിമറിക്കുന്ന പവർഫുൾ ടൂളുകളാണ്. ഈ 6 മാസത്തെ കോഴ്സിലൂടെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന സാങ്കേതിക വിദ്യയുടെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. സിനിമാറ്റിക് ഷൂട്ടുകൾ. സിനിമകളിലും വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിയിലും ഇന്ന് ഡ്രോണുകൾ ഇല്ലാത്ത ഒരു അവസ്ഥ ചിന്തിക്കാൻ പോലും കഴിയില്ല. മനോഹരമായ ഏരിയൽ ഷോട്ടുകൾ എടുക്കാൻ ഇന്ന് ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. ലാൻഡ് സർവേയിങ്. വലിയ മലനിരകളും കാടുകളും നഗരങ്ങളും സെന്റിമീറ്റർ കൃത്യതയോടെ അളന്നെടുക്കാൻ ഇന്ന് സർവേയർമാർ ഡ്രോൺ മാപ്പിങ്ങിനെയാണ് ആശ്രയിക്കുന്നത്. കൃഷി. ഹെക്ടർ കണക്കിന് സ്ഥലത്ത് മിനിറ്റുകൾക്കുള്ളിൽ വളവും മരുന്നും തളിക്കാൻ അഗ്രികൾച്ചർ ഡ്രോണുകൾ ഇന്ന് നമ്മുടെ നാട്ടിലും എത്തിക്കഴിഞ്ഞു. നിർമ്മാണ മേഖല. കെട്ടിട നിർമ്മാണത്തിൻ്റെ പുരോഗതി വിലയിരുത്താനും സൈറ്റ് പ്ലാനുകൾ തയ്യാറാക്കാനും ഡ്രോണുകൾ സഹായിക്കുന്നു. ഡെലിവറി സർവീസ്. മരുന്നുകൾ, ഭക്ഷണ സാധനങ്ങൾ, ചെറുകിട പാഴ്സലുകൾ എന്നിവ എത്തിക്കാൻ ലോജിസ്റ്റിക് കമ്പനികൾ ഡ്രോണുകൾ ഉപയോഗിക്കുന്നു. രക്ഷാപ്രവർത്തനം. പ്രകൃതിക്ഷോഭങ്ങൾ സംഭവിക്കുമ്പോഴോ ആളുകളെ കാണാതാകുമ്പോഴോ അവരെ കണ്ടെത്താൻ ഡ്രോണുകൾ വലിയ പങ്കുവഹിക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്പെക്ഷൻ. പാലങ്ങൾ, ടവറുകൾ എന്നിവയുടെ തകരാറുകൾ മനുഷ്യർക്ക് അപകടമില്ലാത്ത രീതിയിൽ പരിശോധിക്കാൻ ഡ്രോണുകൾ ഉപയോഗിക്കാം. ഊർജ്ജ മേഖല. പവർ ലൈനുകൾ, വിൻഡ് ടർബൈനുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾക്കായി ഇന്ന് ഡ്രോൺ ഉപയോഗിച്ചു വരുന്നു. പരിസ്ഥിതി സംരക്ഷണം. വന്യജീവികളെ നിരീക്ഷിക്കാനും കാട്ടുതീ കണ്ടെത്താനും ഡ്രോണുകൾ ഫലപ്രദമാണ്. സുരക്ഷാ നിരീക്ഷണം. അതിർത്തികൾ, വലിയ ജനക്കൂട്ടം എന്നിവ നിരീക്ഷിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും ഡ്രോണുകൾ ഉപയോഗിക്കുന്നു. കോഴ്സിൻ്റെ പ്രധാന വിവരങ്ങൾ. ഈ കോഴ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളുണ്ട്. 1. കാലയളവ്. ഇത് വെറും ഒരു 6 മാസത്തെ തീവ്ര പരിശീലന കോഴ്സാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് നിങ്ങൾക്ക് ഒരു തൊഴിൽ വൈദഗ്ധ്യം നേടിയെടുക്കാം. യോഗ്യത. SSLC പാസ്സായ ആർക്കും ഇതിലേക്ക് അപേക്ഷിക്കാം. അംഗീകാരം. കേന്ദ്ര സർക്കാരിൻ്റെ NSQF ലെവൽ 3
NCVET സർട്ടിഫിക്കറ്റാണ് ഈ കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് ലഭിക്കുന്നത്. ഇത് ഇന്ത്യയിലും വിദേശത്തും ഒരുപോലെ അംഗീകരിക്കപ്പെട്ടതാണ്. ഫീസ് കേന്ദ്ര സർക്കാർ സ്ഥാപനമായതിനാൽ വളരെ കുറഞ്ഞ ഫീസ് മാത്രമേയുള്ളൂ. കൂടാതെ പെൺകുട്ടികൾക്ക് ട്യൂഷൻ ഫീസ് പൂർണ്ണമായും സൗജന്യമാണ്. ഹോസ്റ്റൽ സൗകര്യം ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് താമസിച്ചു പഠിക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ സുരക്ഷിതമായ ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാണ്. ഈ 6 മാസത്തെ കാലയളവിൽ ഒരു വിദഗ്ധ ഡ്രോൺ ടെക്നീഷ്യനായി പഠിതാവ് മാറും. ഈ കോഴ്സിൻ്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെട്ട 12 മേഖലകൾ ഇവയൊക്കെയാണ്. ഡ്രോൺ നിയമങ്ങൾ. ഡ്രോൺ പറത്തുന്നതിന് ഇന്ത്യയിലുള്ള നിയമങ്ങൾ, വിവിധ തരം ഡ്രോണുകൾ, സുരക്ഷാ മുൻകരുതലുകൾ എന്നിവയിൽ വ്യക്തമായ ധാരണ നൽകുന്നു. മെക്കാനിക്കൽ പാർട്സ്. ഡ്രോണിൻ്റെ മെക്കാനിക്കൽ ഭാഗങ്ങൾ, പ്രൊപ്പല്ലറുകൾ എന്നിവ അഴിച്ചു മാറ്റാനും അവ തിരികെ ഘടിപ്പിക്കാനും നിങ്ങൾക്ക് പ്രായോഗിക പരിശീലനം ലഭിക്കും. ഇലക്ട്രോണിക്സ്. മൈക്രോ ചിപ്പുകളും SMD കമ്പോണൻറ്റുകളും ICകളും കൈകാര്യം ചെയ്യാനും സോൾഡറിംഗ് ചെയ്യാനുമുള്ള തീവ്ര പരിശീലനം ലഭിക്കും. ഇലക്ട്രിക്കൽ പാരാമീറ്ററുകൾ. ഡ്രോൺ ഹാർഡ്വെയറുമായി ബന്ധപ്പെട്ട എല്ലാ ഇലക്ട്രിക്കൽ പാരാമീറ്ററുകളും കൃത്യമായി റെക്കോർഡ് ചെയ്യാൻ പഠിപ്പിക്കുന്നു. ബാറ്ററി മാനേജ്മെൻറ്റ്. ഡ്രോണുകളിൽ ഉപയോഗിക്കുന്ന അത്യാധുനിക ബാറ്ററികൾ, അവയുടെ സ്പെസിഫിക്കേഷനുകൾ, ചാർജിംഗ് രീതികൾ എന്നിവ പഠിക്കും. സെൻസറുകൾ. ഒരു ഡ്രോണിനെ ആകാശത്ത് സ്വയം ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന സെൻസറുകൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്നും റിപ്പയർ ചെയ്യാം എന്നും നിങ്ങൾ മനസ്സിലാക്കും. BLDC മോട്ടോറുകൾ. ഡ്രോണിൻ്റെ പ്രൊപ്പല്ലറുകൾ തിരിക്കുന്ന അതിവേഗ BLDC മോട്ടോറുകളെക്കുറിച്ചും അവയെ നിയന്ത്രിക്കുന്ന ഡ്രൈവറുകളെക്കുറിച്ചും പഠിക്കുന്നു. GPS റേഡിയോ സിഗ്നലുകൾ, GPS നാവിഗേഷൻ, ടെലിമെട്രി മൊഡ്യൂളുകൾ, ആൻറ്റിനകൾ എന്നിവയുടെ പ്രവർത്തനവും പരിശോധനയും ഈ കോഴ്സിൻ്റെ ഭാഗമാണ്. ഫ്ലൈറ്റ് കൺട്രോളർ. ഡ്രോണിൻ്റെ തലച്ചോറ് എന്ന് വിളിക്കപ്പെടുന്ന ഫ്ലൈറ്റ് കൺട്രോളർ ബോർഡും സ്പീഡ് കൺട്രോളറുകളും ട്രബിൾ ഷൂട്ട് ചെയ്യാൻ പരിശീലനം ലഭിക്കും. ജിംബൽ ആൻഡ് പേലോഡ്. ക്യാമറകൾ കൃത്യമായി ഉറപ്പിക്കാനും അവയുടെ അനക്കം നിയന്ത്രിക്കാനും കാലിബ്രേറ്റ് ചെയ്യാനും പഠിക്കുന്നു. സോഫ്റ്റ്വെയർ ഡീബഗ്ഗിംഗ്. ഡ്രോണിലെ എറർ മെസ്സേജുകൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കണ്ടെത്തി പരിഹരിക്കാനുള്ള സാങ്കേതികവിദ്യ സ്വായത്തമാക്കാം. സർവീസിംഗ്. ഡ്രോണുകളുടെ സമഗ്രമായ സർവീസിങ്ങും തകരാറുകൾ പരിഹരിക്കാനുള്ള പ്രായോഗിക രീതികളും ഈ കോഴ്സിൻ്റെ ഭാഗമാണ്. എങ്ങനെ അപേക്ഷിക്കാം? കോഴിക്കോട്ട് ഗോവിന്ദപുരത്ത് പ്രവർത്തിക്കുന്ന NSTIയിൽ വന്ന് അപേക്ഷാ ഫോമുകൾ പൂരിപ്പിച്ച് നൽകാവുന്നതാണ്. കൂടാതെ NSTIയുടെ വെബ്സൈറ്റായ nsti.calicut.dgt.gov എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കോഴിക്കോട്ടെ നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് 10ാം ക്ലാസ് പൂർത്തിയാക്കിയവർക്കായി നടത്തുന്ന ഡ്രോൺ ടെക്നീഷ്യൻ കോഴ്സിനെക്കുറിച്ച് സംസാരിച്ചത് NSTI കാലിക്കറ്റ് ജോയിന്റ് ഡയറക്ടർ ആൻഡ് പ്രിൻസിപ്പൽ ശുഭശ്രീ D, NSTI കാലിക്കറ്റ് ട്രെയിനിംഗ് ഓഫീസർ ഷൌക്കത്ത് ഹുസൈൻ K. ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജനുവരി 24 ശനിയാഴ്ച. സ്നേഹ K, ഹുദ ഷിനാസ് VP, സഞ്ജന K, ഷഹാന K, ഹനാന KP എന്നിവർ ആലപിച്ച ദേശഭക്തി ഗാനങ്ങൾ. കീബോർഡിൽ PP വൈശാഖ്. ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരതാംബയ്ക്കു വന്ദനം. ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരതാംബയ്ക്കു വന്ദനം. ഓ ഹൃദയമേ ഹൃദയമേ ഉണരുമീ വേളയിൽ പ്രാണനും ജീവവായുവും ഭാരതാംബയാമമ്മേ. ഭാരതാമോചനം ധീരദേശാഭിമാനികളെ സലാം. ചോരയും വീര്യവും ജീവനും ത്യജിച്ച യോദ്ധാക്കളെ
മന്ത്രമായി ഹിന്ദുവും മണ്ണിൽ സ്നേഹദൂതുമായി ക്രിസ്ത്യനും സമാധാനമോദി മുസൽമാനും. ശാന്തി മന്ത്രമായി ഹിന്ദുവും മണ്ണിൽ സ്നേഹദൂതുമായി ക്രിസ്ത്യനും സമാധാനമോദി മുസൽമാനും. ഒരു നറുമലരിതളു പോലെ മനസ്സു ചേർത്തു നാം ഭാരതമാതാവിൻ മടിയിൽ ചാഞ്ഞുറങ്ങിടാം. വിവിധ ഭാഷവേഷത്തിൽ കീർത്തിയാർന്നതാണേ ജയ 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 ജനനീ. ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരതാംബയ്ക്കു വന്ദനം. ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരതാംബയ്ക്കു വന്ദനം. ഓ ഗാന്ധി മാർഗം അഹിംസയിൽ മനം ചേർത്തു വച്ചൊരീ ഇന്ത്യയിൽ മഹാത്മാക്കളേകിയ സംസ്കാരം. ഗാന്ധി മാർഗം അഹിംസയിൽ മനം ചേർത്തു വച്ചൊരീ ഇന്ത്യയിൽ മഹാത്മാക്കളേകിയ സംസ്കാരം. പലതരതുരയാണ് ഇന്നു വികലമാകുമ്പോൾ സർവസദാചാരവും ഇവിടെ മൺമറയുന്നു. ഇവിടെ വർണ്ണവർഗവൻ മതിലു തീർത്തതാര്? ഇനി ഉണരുക ജനതേ, ഹൃദയമേ ഹൃദയമേ ഉണരുമീ വേളയിൽ. ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരതാംബയ്ക്കു വന്ദനം. ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരതാംബയ്ക്കു വന്ദനം. ഓ ഓ, ഓ. ഇനി ഹരിഗോവിന്ദ് അവതരിപ്പിക്കുന്ന സോപാന സംഗീതം കേൾക്കാം. ഭദ്രേ മനോഹരി ശംഭുസൂനോ. ഒന്നെടുക്കോ. ഭദ്രേ മനോഹരി ശംഭുസൂനോ. ദേവി ദേവി മനോഹരി ശാന്തിമൂർത്തേ കാളി സുഹാസിനി രൗദ്രരൂപേ ശക്തിസ്വരൂപേ വരദേ നമസ്തേ. വരദേ നമസ്തേ. ചെമ്പട്ടൂടുത്തു കെട്ടി ചിത്രച്ചിലമ്പണിഞ്ഞ് ചന്തമോടെന്നുടയ ചരവേ വന്നിടേണം. ചെമ്പട്ടൂടുത്തു കെട്ടി ചിത്രച്ചിലമ്പണിഞ്ഞ് ചന്തമോടെന്നുടയ ചരവേ വന്നിടേണം. ചഞ്ചല മാനസത്തിൻ ചിന്തകൾ വളർത്താതെ. ചഞ്ചല മാനസത്തിൻ ചിന്തകൾ വളർത്താതെ. ചിത്തേ നീ വന്നണയോ ചന്ദ്രസമാനമുകി. ചഞ്ചല മാനസത്തിൻ
ചിന്തകൾ വളർത്താതെ ചിത്തേ നീ വന്നണയോ ചന്ദ്രസമാനമുദേ. സിന്ദൂരമണിഞ്ഞെത്തി രൗദ്രമാം ഭാവമോടെ സഞ്ജതൻ പ്രഭയുള്ള സാധികേ സർവേശ്വരി. സിന്ദൂരമണിഞ്ഞെത്തി രൗദ്രമാം ഭാവമോടെ സഞ്ജതൻ പ്രഭയുള്ള സാധികേ സർവേശ്വരി. സൽകുലനാദേ ഭദ്രേ രുദ്രസുതയാം ദേവി. സൽകുലനാദേ ഭദ്രേ രുദ്രസുതയാം ദേവി. സാദരം ചൊല്ലിടുന്നേ സച്ചരിതങ്ങളെല്ലാം. സൽകുലനാദേ ഭദ്രേ രുദ്രസുതയാം ദേവി. സാദരം ചൊല്ലിടുന്നേ സച്ചരിതങ്ങളെല്ലാം. നർത്തന പ്രിയങ്കരി നൃത്തമാതേതുമാടി നച്ചിലമ്പണിഞ്ഞമ്മ നൃത്താതെ നടനവും. നർത്തന പ്രിയങ്കരി നൃത്തമാതേതുമാടി നച്ചിലമ്പണിഞ്ഞമ്മ നൃത്താതെ നടനവും. നാരികിൽ ദേവി ഭാവം ശ്രീ മഹാഭദ്രകാളി. നാരികിൽ ദേവി ഭാവം ശ്രീ മഹാഭദ്രകാളി. ദേവി നീ വന്നണയോ മാർഗങ്ങൾ തെളിയിക്കാം. ദേവി നീ വന്നണയോ മാർഗങ്ങൾ തെളിയിക്കാം. പതിയെ നീ ഉറഞ്ഞാടി പോരിൻ്റെ ഭാവമാർന്നു പള്ളിവാക്കരത്തിലും പൂമാല കഴുത്തിലും. പതിയെ നീ ഉറഞ്ഞാടി പോരിൻ്റെ ഭാവമാർന്നു പള്ളിവാക്കരത്തിലും പൂമാല കഴുത്തിലും. പട്ടുഞ്ഞൂറിഞ്ഞൊടുത്തു പാട്ടുപൂരക്കൽ വാഴും. പട്ടുഞ്ഞൂറിഞ്ഞൊടുത്തു പാട്ടുപൂരക്കൽ വാഴും. പാർവണവദനേ നീ പരീടത്തിൻ്റെ മൂർത്തേ. പാർവണവദനേ നീ പരീടത്തിൻ്റെ മൂർത്തേ. ഇനിയൊരു ലളിതഗാനം ആലപിക്കുന്നത് ശ്രീലക്ഷ്മി. മൃദു മന്ദഹാസം മലർമാലയാക്കി എൻ ഹൃദയത്തിൽ ചൂടിയ കരിവണ്ണനേ. മൃദു മന്ദഹാസം മലർമാലയാക്കി എൻ ഹൃദയത്തിൽ ചൂടിയ കരി
ഹൃദയത്തിൽ ചൂടിയ കരിവർണ്ണനെ ആമുകിൽ വർണ്ണനെ ഇന്നും മറന്നതിൻ്റെ മാറിൽ മറച്ചതിൻ്റെ മൃദു മന്ദഹാസം. യുവവാണി സമാപിക്കുന്നു.